പരസ്പരം കൈകോർത്ത് നടക്കുന്ന വൃദ്ധ ദമ്പതിമാരെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. വിവാഹം കഴിച്ച് അന്ത്യം വരെയും ഒരുമിച്ച് ജീവിക്കുന്ന അനുഗ്രഹീത ദമ്പതികൾ. അവർക്കൊക്കെ 4-5 മക്കളുണ്ടായിരുന്നു. ഒരു നല്ല പ്രായം വരെയും മക്കളും കുടുംബവുമായിരുന്നു പലരുടെയും ലോകം. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിതി മാറി. 1-2 മക്കളെന്ന അവസ്ഥയാണ് ഇപ്പോഴെങ്കിൽ വരും കാലങ്ങളിൽ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്ന രീതിയിലേക്ക് ദമ്പതികളുടെ ചിന്താഗതികൾ മാറാം. കുടുംബമെന്ന കാഴ്ചപ്പാടിൽ പോലും മാറ്റമുണ്ടാകാം. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. പങ്കാളി ഉണ്ടെങ്കിലും കൂടുതൽ ഇണകൾ തേടി പോകുന്ന മനുഷ്യർ, അതിന് തടസ്സം നിൽക്കുന്നവരെ കൊലപ്പെടുത്തുന്ന സംസ്കാരം. ദമ്പതികൾക്കിടയിൽ വിവാഹേതര ബന്ധവും സംശയരോഗവും വർദ്ധിച്ചു. എല്ലായിടത്തും ഇരകൾ സ്ത്രീകൾ മാത്രമായിരിക്കും. തൃശൂർ വരന്തരപ്പള്ളിയിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയതും വഴിവിട്ട ബന്ധം കാരണമാണ്. ആ കേസിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. തൃശൂർ വരന്തരപ്പള്ളിയിലെ കുഞ്ഞുമോൻ്റെ ലോകം ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നു. വലിയ സാമ്പത്തിക ശേഷി ഒന്നുമില്ലെങ്കിലും സന്തോഷത്തോടെയുള്ള ജീവിതം. അതിനിടെയാണ് കുഞ്ഞുമോനും ഭാര്യ ദിവ്യയ്ക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. തൃശ്ശൂരിലെ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യയും ഒരു യുവാവുമായി അടുപ്പത്തിലാകുന്നു. കഴിഞ്ഞ ദിവസം ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നുമിറങ്ങിയ യുവതി അയാൾക്കൊപ്പം ബൈക്കിൽ പോകുന്നത് ഭർത്താവ് കുഞ്ഞുമോൻ കാണാനിടയായി. വൈകിട്ട് ദിവ്യ വീട്ടിലെത്തിയതോടെ ഭർത്താവ് ഇത് ചോദ്യം ചെയ്തു. പിന്നീടുണ്ടായ വാക്കുതർക്കത്തിനിടെ കുഞ്ഞുമോൻ ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ താൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു മൊഴി. പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത്. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത്. മരണവിവരമറിഞ്ഞെത്തിയ പോലീസ് ഇൻക്വസ്റ്റിനിടെ യുവതിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തി. ഇതോടെയാണ് സംശയം തോന്നി ഭർത്താവ് കുഞ്ഞുമോനെ ചോദ്യം ചെയ്തത്. ആദ്യം കുറ്റം നിഷേധിച്ച പ്രതിക്ക് പിന്നീട് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതോടെ സംഭവം കൊലപാതകമെന്ന് ഉറപ്പിച്ചു. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യ ബസ്സിലാണ് ജോലിക്ക് പോകാറുള്ളത്. ദിവ്യയ്ക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടെന്ന് സംശയം തോന്നിയ കുഞ്ഞുമോൻ ബസ്സിൽ ഭാര്യയെ പിന്തുടർന്നു. ജോലി സ്ഥലത്തേക്കുള്ള വഴിമധ്യേ ദിവ്യ ബസ്സിൽ നിന്നിറങ്ങി ഒരു യുവാവിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ദിവ്യയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു കുഞ്ഞുമോന്റെ മൊഴി. ഭാര്യയെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞുമോൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി മരണവിവരം അറിയിച്ചു. പനിയെ തുടർന്ന് ആശുപത്രിയിലാക്കിയ ഭാര്യ മരിച്ചു എന്നായിരുന്നു പോലീസിനോട് കുഞ്ഞുമോന്റെ മൊഴി. ആശുപത്രിയിലെത്തി മൃതദേഹം പരിശോധിച്ചപ്പോൾ ദിവ്യയുടെ കഴുത്തിൽ ചില പാടുകൾ കണ്ടതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന സംശയമുണ്ടായത്. പ്രതി ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. തുടർന്നാണ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ദമ്പതികൾക്ക് 11 വയസ്സുള്ള മകനുണ്ട്. കുഞ്ഞുമോനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ന്യൂസ് 18 കൊച്ചി. കൊച്ചുകുട്ടികൾക്ക് സ്വന്തം വീടെന്നാൽ ഏറ്റവും സുരക്ഷിതമായ ഇടമാണ്. അവർ ഏറെ സന്തോഷിക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള വീട്ടിൽ അരക്ഷിതരായി കഴിയുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം വർക്കലയിൽ 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി ഭയത്തോടെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വീട്ടിൽ ജീവിച്ചത്. അമ്മയുടെ സഹോദരൻ വീട്ടിലാളില്ലായിരുന്ന സമയത്ത് അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ്
പെൺകുട്ടി നേരിട്ട ദുരനുഭവം പുറത്തറിയുന്നത്. 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ അമ്മാവനെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പതിനാലുകാരിയായ കുട്ടിക്ക് ശക്തമായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിച്ചപ്പോഴാണ് ഡോക്ടർമാർ പീഡന വിവരം കണ്ടെത്തിയത്. ഡോക്ടർ കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം അയിരൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് ആശുപത്രിയിലെത്തി കുട്ടിയിൽ നിന്ന് വിശദമായി മൊഴിയെടുത്തപ്പോഴാണ് ക്രൂരമായ പീഡനത്തിന്റെ കഥ പുറത്തുവന്നത്. പ്രതി ഭാര്യയുമായി പിണങ്ങി 5 മാസമായി സഹോദരിയുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയത്. കുട്ടി സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുമ്പോൾ ആളില്ലാത്ത സമയങ്ങളിലായിരുന്നു പ്രതി നിരന്തരം പീഡനത്തിനിരയാക്കിയിരുന്നത്. കുട്ടി 3 മാസത്തോളം പീഡനത്തിനിരയായിട്ടുള്ളതായി പോലീസ് പറയുന്നു. ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭയന്നാണ് പെൺകുട്ടി വീട്ടുകാരോട് പോലും പീഡന വിവരം മറച്ചുവെച്ചത്. സംഭവത്തിൽ കേസെടുത്ത് അയിരൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 44-കാരനായ പ്രതിയെ പിടികൂടിയത്. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങളെക്കുറിച്ച് നിത്യേന നമ്മൾ കേൾക്കാറുണ്ട്. ആ സമയം അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സങ്കടവും ആശങ്കയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കഴിഞ്ഞ രാത്രി ഡൽഹിയിലെ നെഹ്റു വിഹാറിൽ നിന്ന് 10 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിലേക്കാണ്. കുട്ടിയെ തിരഞ്ഞ് നാട്ടുകാരും പോലീസുമെല്ലാം തിരച്ചിൽ നടത്തുന്നു. അതിനിടെയാണ് ഒരു സ്യൂട്ട് കേസിനുള്ളിൽ വിവസ്ത്രയായി അബോധാവസ്ഥയിൽ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവളുടെ മരണം സംഭവിച്ചിരുന്നു. 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കേസിൽ പ്രദേശവാസിയായ നൌഷാദ് എന്ന യുവാവിന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ശനിയാഴ്ച രാത്രി ഐസ് കൊടുക്കാനായി ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു പെൺകുട്ടി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും തിരികെ എത്താത്തതിനെ തുടർന്ന് കുടുംബം തിരച്ചിൽ തുടങ്ങി. ഇതിനിടെ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെയുള്ള ഫ്ളാറ്റിലേക്ക് പോകുന്നത് കണ്ടതായി മറ്റൊരു ദൃക്സാക്ഷി പിതാവിനെ അറിയിച്ചു. അവിടെ എത്തിയപ്പോൾ 2ാം നിലയിലെ ഒരു ഫ്ളാറ്റിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തി. വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോൾ സ്യൂട്ട് കേസിനകത്ത് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. വൈദ്യപരിശോധനയിലാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വ്യക്തമായത്. പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായതായും മുഖത്തും രഹസ്യഭാഗങ്ങളിലും പരുക്കുകളുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ദയാൽപൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രദേശവാസിയായ നൌഷാദ് എന്ന യുവാവാണ് കൊല നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാൾ ഒളിവിലാണ്. ന്യൂസ് 18 ഡൽഹി. നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ലൈംഗിക വൈകൃതമുള്ളവരുണ്ട്. ചിലർ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാലാണ് അപകടകാരികൾ. അവർക്കാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബാർബർ ഷോപ്പ് നടത്തി വന്നിരുന്ന അജനാസ് പ്രായപൂർത്തിയാകാത്ത നിരവധി ആൺകുട്ടികളെയാണ് ചൂഷണം ചെയ്തത്. കുട്ടികൾക്ക് ലഹരി മരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേക്ക് എന്നറിയപ്പെടുന്ന അജനാസിനെതിരെ സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ട്.
കുറ്റ്യാടിയിൽ ബെക്കാം എന്ന പേരിൽ ബാർബർ ഷോപ്പ് നടത്തി വരികയായിരുന്നു അജ്നാസ്. ഇയാൾക്കെതിരെ 2 പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. വീട്ടുകാർ ഉറങ്ങിയ ശേഷം തന്നെ ഫോണിൽ വിളിച്ച് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടുവെന്നും കാറിൽ കൂട്ടിക്കൊണ്ടുപോയി അജ്നാസിന്റെ വീട്ടിലെത്തിച്ച് ലഹരി നൽകിയ ശേഷം ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നുവെന്നുമാണ് കുട്ടി മൊഴി നൽകിയത്. തന്റെ സുഹൃത്തുക്കളെയും ഇയാൾ ഉപദ്രവിച്ചിരുന്നതായി കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24-നാണ് അജ്നാസ് കേരളത്തിൽ നിന്ന് മുങ്ങിയത്. പാലക്കാട്ടുള്ള ഒരു സ്ത്രീയുടെ സഹായത്തോടെ ഇയാൾ അജ്മീരിൽ കഴിഞ്ഞു വരികയായിരുന്നു. ലൊക്കേഷൻ പിന്തുടർന്ന് പോലീസ് അജ്മീരിലെത്തിയപ്പോൾ അജ്നാസ് അവിടെ നിന്നും മുങ്ങി. തുടർന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വിവരം കൈമാറി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. അതിനിടയിലാണ് മംഗലാപുരത്ത് നിന്ന് പ്രതി അറസ്റ്റിലായത്. പരാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് പുറമെ പ്രദേശവാസിയായ 19-കാരനും അജ്നാസിൽ നിന്ന് സമാനമായ ദുരനുഭവം ഉണ്ടായതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ ഇയാളുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പോക്സോ വകുപ്പിന് പുറമെ പ്രായപൂർത്തിയാകാത്തവർക്ക് ലഹരി മരുന്ന് നൽകിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കുറ്റ്യാടി. പണത്തിനല്ല, സ്നേഹം തേടിയാണ് ഞാൻ ഇത്രയും വിവാഹങ്ങൾ കഴിച്ചത്. കേരളം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത തരത്തിൽ 10 യുവാക്കളെ വിവാഹം കഴിച്ച് തട്ടിപ്പ് നടത്തിയ രേഷ്മ പോലീസിനോട് പറഞ്ഞ വാക്കുകളാണിത്. 11ാം വിവാഹത്തിനൊരുങ്ങവേ പ്രതിശ്രുത വരന് തോന്നിയ സംശയമാണ് രേഷ്മയുടെ തട്ടിപ്പുകൾ പൊളിച്ചത്. ഇവരുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. യുവതി പുതിയ കഥ മെനയുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ നിന്നും രക്ഷപ്പെടാനെന്നാണ് പോലീസ് കരുതുന്നത്. കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇതോടെ കൂടുതൽ തട്ടിപ്പുകളുടെ ചുരുളഴിഞ്ഞേക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പേരെ വിവാഹം കഴിച്ച് 11ാമനെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മ അറസ്റ്റിലായത്. ആര്യനാട് പഞ്ചായത്ത് അംഗമായ പ്രതിശ്രുത വരനും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. മാട്രിമോണിയൽ സൈറ്റുകളിൽ പരസ്യം നൽകിയായിരുന്നു രേഷ്മയുടെ തട്ടിപ്പുകൾ. വിവിധ ജില്ലകളിലെ യുവാക്കൾ തട്ടിപ്പിനിരയായിട്ടുണ്ട്. അനാഥയായ തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം കഴിച്ചയക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞാണ് രേഷ്മ യുവാക്കളുമായി അടുക്കുന്നത്. ഇത് കേട്ട് മനസ്സലിഞ്ഞാണ് ആര്യനാട്ടെ യുവാവും വിവാഹത്തിന് ഒരുക്കങ്ങൾ നടത്തിയത്. വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. 5-ാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉടമലയ്ക്കലുള്ള വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞു. വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോകുകയും ചെയ്തു. വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ല. ഇതോടെ സംശയം തോന്നി രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു. ബാഗിൽ നിന്നാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി വിവാഹത്തിനൊരുങ്ങിയുന്ന രേഷ്മയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. മേക്കപ്പിട്ട് അതീവ സുന്ദരിയായാണ് രേഷ്മ പഞ്ചായത്ത് അംഗത്തെ പരിചയപ്പെട്ടതും തിരുവനന്തപുരത്തെത്തിയതും. മേക്കപ്പ് പോയാൽ തട്ടിപ്പ് മനസ്സിലാകുമെന്ന് ഭയന്നാണ് കുളിക്കാതിരുന്നതെന്ന് പോലീസ് കരുതുന്നു. 45 ദിവസം മുമ്പ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത്. അടുത്ത മാസം മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പും യുവതി നടത്തിയിരുന്നു. പണം ലക്ഷ്യമായിരുന്നില്ലെന്നും സ്നേഹം തേടിയാണ് തുടരെ വിവാഹം കഴിച്ചതെന്നുമാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത്. ായിരുന്നു ആദ്യ വിവാഹം. 2022 മുതൽ വിവിധ ജില്ലകളിലായി 6 പേരെ കല്യാണം കഴിച്ചതായും രേഷ്മ പറഞ്ഞു. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിനായി കോട്ടയത്ത് നിന്ന് യുവതിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത് മറ്റൊരു യുവാവാണ്. ഈ യുവാവ് ആരാണെന്ന ചോദ്യത്തിന്
രേഷ്മ നൽകിയ മറുപടി പോലീസിനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിച്ചതിന് ശേഷം അടുത്ത മാസം താൻ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് ഈ യുവാവെന്നാണ് രേഷ്മ പോലീസിന് നൽകിയ മൊഴി. ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് 2 വയസ്സുള്ള കുട്ടിയുണ്ട്. ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് വിവാഹങ്ങൾ നടത്താറുള്ളത്. വരനെ കൊണ്ട് വിവാഹത്തിനു മുമ്പ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കും. തുടർന്ന് ഈ സ്വർണവും വസ്ത്രങ്ങളും പണവും കൈക്കലാക്കി വിവാഹപ്പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് രേഷ്മയുടെ രീതി. രേഷ്മ അറസ്റ്റിലായിട്ടും മുൻ ഭർത്താക്കന്മാരാരും പരാതിയുമായി എത്തിയിട്ടില്ല. നാണക്കേട് കാരണമാകാം തട്ടിപ്പിനിരയായവർ വിവരം പുറത്തു പറയാത്തതെന്നാണ് സംശയം. വിവാഹ തട്ടിപ്പിനിരയായവരെ കണ്ടെത്തി വിവരം തേടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആര് പറയുന്നതാണ് സത്യം? മോഷണ കുറ്റം പിടിക്കപ്പെട്ടപ്പോൾ ജീവനക്കാരായിരുന്ന യുവതികൾ പുതിയ കഥകൾ സൃഷ്ടിക്കുന്നതാണോ? കൃഷ്ണകുമാറിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള പോലീസിന്റെ FIR വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് കൃഷ്ണകുമാർ ഭീഷണിപ്പെടുത്തിയതായും പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചതായും FIR പറയുന്നു. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് പുതിയ ആരോപണങ്ങൾ. അതിനിടെ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയ കൃഷ്ണകുമാർ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായ ഇടപെടലല്ല ഉണ്ടായതെന്ന വിമർശനവുമായി രംഗത്തെത്തി. ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിൽ കവടിയാറിൽ പ്രവർത്തിക്കുന്ന ബൊട്ടിക്കിലെ 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് കുറ്റസമ്മതം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. 69 ലക്ഷത്തിലധികം രൂപയുടെ കൃത്രിമം 3 വനിതകൾ ചേർന്ന് നടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ ആവർത്തിക്കുന്നു. അതേസമയം തങ്ങളെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതാണ് വീഡിയോ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യുവതികൾ. പണം നഷ്ടപ്പെട്ടയാൾക്ക് അതിന്റെ വേദന മനസ്സിലാകുമെന്നും അതുകൊണ്ടാണ് ഈ രീതിയിൽ വനിതാ ജീവനക്കാരെ ചോദ്യം ചെയ്തതെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഈ വകുപ്പുകൾ ഇട്ടതോ എനിക്കെതിരെ ഇങ്ങനെ നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ ചാനലിൽ വന്നു, അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇവരുടെ FIRന്റെ ഡീറ്റെയിൽ എന്താണെന്ന്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ്? ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ സാധാരണ കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്ര വലുതാക്കിയത്. കേസ് കൊടുക്കുന്ന ഞങ്ങൾ, കൗണ്ടർ പോസ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു. അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല. ചീറ്റിംഗ് കേസാണ്, റിമാൻഡിലാവേണ്ട കാര്യമാണ്. ആരോപണ വിധേയരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ഇടപാടുകളുടെ തെളിവുകൾ ലഭിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നു. അടുത്ത ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. തുടർന്നാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അതിനിടെ കൃഷ്ണകുമാറിനെതിരെ പോലീസ് എടുത്ത കൗണ്ടർ കേസിന്റെ FIRലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ച് പരാതിക്കാരുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചെന്നും FIRലുണ്ട്. താൻ ആദ്യം നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തുന്നതിനേക്കാൾ തിടുക്കത്തിലാണ് ആരോപണ വിധേയരുടെ കൗണ്ടർ കേസിൽ മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തുന്നതെന്നാണ് കൃഷ്ണകുമാറിന്റെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നേമത്തെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണം കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കളിൽ വലിയ ആശങ്കയുണ്ടാക്കിയതാണ്. സംഭവം ആത്മഹത്യ തന്നെയെന്ന നിഗമനത്തിലാണ് പോലീസ്. മരണത്തിന് അസ്വാഭാവികത ഒന്നും പോലീസിന് കണ്ടെത്താനായിട്ടില്ല.
അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ ദുരൂഹത നീങ്ങുമെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ. സംഭവ ദിവസം രാവിലെ 9 വയസ്സുകാരിയായ അഹല്യയെ 1.5 വയസ്സുള്ള അനുജത്തിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം മാതാവ് വീട്ടുജോലികളിൽ ഏർപ്പെട്ടു. അതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിലത്ത് വീണു. അഹല്യയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് നിലത്ത് വീണതെന്ന് പറഞ്ഞ് അമ്മ മൂത്ത മകളെ ശകാരിച്ചു. മാതാപിതാക്കൾക്ക് തന്നേക്കാൾ സ്നേഹം ഇളയ കുഞ്ഞിനോടാണെന്ന പരിഭവം നേരത്തെ മുതൽ അഹല്യ പങ്കുവച്ചിരുന്നു. കുഞ്ഞനുജത്തി വീണതിൻ്റെ പേരിൽ അമ്മ വഴക്ക് പറയുക കൂടി ചെയ്തതോടെ 9 വയസ്സുകാരി മനോവിഷമത്തിലായി. അതിനിടെ 1.5 വയസ്സുകാരിയെ വീണ്ടും അഹല്യയെ ഏൽപ്പിച്ച ശേഷം മാതാവ് മരുന്ന് വാങ്ങാനായി പുറത്തുപോയി. ഈ സമയത്ത് മുറിയുടെ വാതിലടച്ച് കിടക്കയിൽ പ്ലാസ്റ്റിക് കസേര വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കയറി നിന്ന് തുണി കൊണ്ട് ഫാനിൽ ഒറ്റക്കുരുക്കുണ്ടാക്കിയതായാണ് കണ്ടെത്തൽ. സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് കസേര ഉറപ്പിച്ച ശേഷം അതിന് മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിടാൻ 145 സെന്റിമീറ്റർ ഉയരം മതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൃത്യം ചെയ്യുന്ന സമയത്ത് കിടപ്പുമുറിയുടെ മുൻവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. കഴുത്തിൽ കുരുക്കുമുറുകി തന്നെയാണ് മരണം സംഭവിച്ചതെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക ദേഹപരിശോധനയിലെ വിലയിരുത്തൽ. മനോനില വീണ്ടെടുത്ത ശേഷം അഹല്യയുടെ മാതാപിതാക്കളിൽ നിന്ന് പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. രാഷ്ട്രീയ പാർട്ടികളുടെ റാലിയും സമ്മേളനങ്ങളും യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വലിയ ശല്യമായി മാറാറുണ്ട്. റാലി നടക്കുമ്പോൾ വാഹനങ്ങൾ വന്നാൽ അത് കടന്നു പോകാനുള്ള സൗകര്യം പോലും പാർട്ടി പ്രവർത്തകർ കൊടുക്കാറില്ല. ആലപ്പുഴ കായംകുളം കറ്റാനത്ത് കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. കോൺഗ്രസ് റാലി നടക്കുന്ന റോഡിൽ കാർ നിർത്തിയെന്നാരോപിച്ചാണ് വാഹനത്തിൻ്റെ ചില്ല് തകർത്തത്. സംഭവത്തിൽ കുടുംബം വള്ളിക്കുന്നം പോലീസിൽ പരാതി നൽകി. കറ്റാനം തഴവാമുക്കിൽ വെച്ചാണ് സംഭവം. കോൺഗ്രസ് റാലി നടക്കുന്ന റോഡിൽ കാർ നിർത്തിയിട്ടെന്നാരോപിച്ചാണ് കാറിന്റെ മുൻവശത്തെ ചില്ല് അടിച്ചു തകർത്തത്. കാറിന്റെ വശത്തെ പെട്രോൾ ലിഡിനും കേടുപാടുകൾ വരുത്തി. സ്ത്രീകളടക്കം കാറിലുള്ളപ്പോഴാണ് ആക്രമണം നടത്തിയത്. പത്തനാപുരം ഉടയൻപാറപ്പുത്തൻ വീട്ടിൽ ഷിഹാസും കുടുംബവും സഞ്ചരിച്ച കാറിനു നേരെയായിരുന്നു ആക്രമണം. കോൺഗ്രസ് പ്രവർത്തകർ ക്ഷമ പറഞ്ഞ ശേഷവും ചിലർ അസഭ്യം പറഞ്ഞെന്നും ഷിഹാസ് പറഞ്ഞു. വലിയൊരു തടി ലോറി ക്രോസ് ചെയ്ത് ഈ ചെറിയ കട്ട് റോഡിൽ നിന്ന് ക്രോസ് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി തടി ലോറിക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ നിർത്തി കൊടുത്തു. അപ്പോൾ കോൺഗ്രസ്സുകാർ റാലി അതുവഴി പോകുന്നുണ്ടായിരുന്നു. അപ്പം നീയാണവിടെ ഇവിടെ വണ്ടി നിർത്താനും നമ്മൾ ഇതുവഴി പോകാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു വെളുത്ത ഷർട്ടിയുടെ ഹൈറ്റുള്ളൊരു പുള്ളി ഒന്നാണ് നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒറ്റയിടി. അപ്പോൾ അതിൽ ഗ്ലാസ് നല്ലപോലെ പൊട്ടി. അങ്ങനെ നമ്മുടെ വൈഫ് ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. വൈഫിൻ്റെ മുഖത്താണ് ഗ്ലാസ് കയറിച്ചത്. പുറകിൽ കുറേ ലേഡീസും പിള്ളേരൊക്കെ ഉണ്ട്. ഗ്ലാസ് താത്തപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് സോറി പറയുക. സോറി പറഞ്ഞിട്ട് അടുത്ത ആൾ വന്നിട്ട് അകത്തിരിക്കുന്ന തെരുവ് വിളിക്കുക. പത്തനാപുരത്ത് നിന്നും അഴീക്കൽ ബീച്ചിലേക്ക് പോവുകയായിരുന്നു കുടുംബം. ചില്ല് കാറിലുള്ളവരുടെ മുഖത്തേക്കാണ് തെറിച്ചു വീണത്. കുട്ടികളും ഈ സമയം കാറിലുണ്ടായിരുന്നു. വള്ളിക്കുന്നം പോലീസിൽ കുടുംബം പരാതി നൽകി. ന്യൂസ് 18 കായംകുളം.
മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇപ്പോൾ അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാണ്. അവിടെ സ്വർണമോ പണമോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കവർച്ചാ സംഘത്തിൻ്റെ ലക്ഷ്യം. മലപ്പുറം വളാഞ്ചേരി അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം നടന്നു. പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണമുണ്ടായത്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. അത്തിപ്പറ്റ പുന്നാംചോല റോഡിലുള്ള വീട് പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദിന്റേതാണ്. ഷെയ്ഖ് മുഹമ്മദ് വർഷങ്ങളായി വിദേശത്താണ് കുടുംബസമേതം താമസം. നാട്ടിൽ പഠിക്കുന്ന മകൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ മുറികളിലെയും അലമാരകളിലെ വസ്തുക്കൾ വാരിവലിച്ചിട്ട നിലയിൽ കാണപ്പെട്ടു. കഴിഞ്ഞ 29-ന് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞാനുവും സഹോദരിയും വീട്ടിലെത്തിയിരുന്നു. അതിനാൽ തന്നെ 29-ന് ശേഷമാണ് മോഷണം നടന്നതെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. എല്ലാ അലമാരയിൽ നിന്നും ഡ്രസ്സുകളും പിന്നെ പാത്രങ്ങളും ഒക്കെ അവർ നോക്കിയിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ പുറത്ത് വലിച്ച് കിടക്കണ കാണാനുണ്ട്. പക്ഷെ അങ്ങനത്തെ വിലപിടിപ്പില്ലാത്ത സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ. ഇനി കൂടുതലായിട്ട് അറിവ് ഉണ്ടെങ്കിൽ അവരൊക്കെ അറിയുള്ളൂ. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ 2.5-3 ഇടയിൽ നഷ്ടപ്പെടാനാണ് സാധ്യത. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്ക് പിന്നാലെ കൊടൈക്കനാലിലെ ഗുണാക്കേവ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. അതുകൊണ്ട് തന്നെ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ ഗുണാക്കേവ് കാണാനെത്തുന്ന വിദേശികളിൽ നിന്ന് അധികൃതർ കൊള്ളപ്പിരിവ് നടത്തുന്നുവെന്ന ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളെ വനംവകുപ്പ് ജീവനക്കാർ ആക്രമിച്ചതായി പരാതി. സംഭവത്തിൽ തമിഴ്നാട് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഗുണ കേവിലെത്തിയ മലേഷ്യൻ സഞ്ചാരികൾ 10 രൂപയുടെ പ്രവേശന ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. വിദേശികളായതിനാൽ 100 രൂപ അടയ്ക്കണമെന്ന് പിന്നാലെ എത്തിയ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇന്ത്യക്കാരിൽ നിന്നാണ് 10 രൂപ ഈടാക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അറിയിപ്പ് ബോർഡിൽ ഇക്കാര്യം വ്യക്തമാക്കാത്തത് എന്താണെന്ന് വിനോദസഞ്ചാരികൾ ചോദിച്ചതാണ് തർക്കത്തിലേക്ക് നയിച്ചത്. വാക്കേറ്റം ഉണ്ടാക്കിയതിന്റെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥ വിനോദസഞ്ചാരിയായ സ്ത്രീയെ മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിനോദസഞ്ചാരികളാണ് വാക്കേറ്റത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത്. സംഭവത്തിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥയെ വിരുദുനഗർ ജില്ലയിലേക്ക് സ്ഥലം മാറ്റി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വിനോദസഞ്ചാരികളും കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. 2 പരാതികളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ന്യൂസ് 18 കൊടൈക്കനാൽ. മലപ്പുറം വഴിക്കടവിൽ 15-കാരൻ്റെ ജീവനെടുത്തത് പന്നിവേട്ട നടത്തുന്ന സംഘം വെച്ച കെണിയാണ്. വൈദ്യുതി മോഷണത്തിൻ്റെ തെളിവ് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. പ്രദേശത്ത് വൈദ്യുതി ഉപയോഗിച്ചുള്ള മൃഗവേട്ട വ്യാപകമാണെന്ന പരാതിയുമുണ്ട്. വഴിക്കടവിൽ 15-കാരൻ മരിച്ച കേസിൽ പിടിയിലായ വിനേഷ് മൃഗവേട്ട നടത്തുന്നത് പതിവായിരുന്നുവെന്നാണ് വിവരം. പതിനഞ്ചുകാരനായ അനന്തു എന്ന ജിത്തുവിന്റെ ജീവനെടുത്ത വൈദ്യുതി കെണി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്.
ഇത് തികച്ചും നിയമവിരുദ്ധമായി പന്നിയെ പിടികൂടാൻ വേണ്ടി അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെ പിടികൂടാൻ വേണ്ടി ചിലർ സ്ഥാപിച്ചതാണെന്ന് വളരെ വ്യക്തമാവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ലൈന് കടന്നു പോകുന്നത് കാണാം. കേബിൾ വഴിയാണ് നേരെ പ്രധാനപ്പെട്ട ലൈൻ കടന്നു പോകുന്നത്. പക്ഷെ അവിടെ നിന്നും ഈ ഇടത്തോട്ട് കടന്നു പോകുന്ന ലൈനിൽ ഇതാ നമുക്കിവിടെ കാണാം ഒരു മുളയുടെ വടി കെട്ടിയിട്ടുണ്ട്. ഈ മുളയുടെ വടിയിൽ മുകളിൽ ഒരു കമ്പി വെച്ച് അതിൽ കൊളുത്തിയിട്ടിരിക്കുകയാണ്. ഈ ലൈൻ കമ്പിയിൽ മുളവടി വെച്ച് ഈ ഒരു ഇലക്ട്രിക് കമ്പിയിൽ മറ്റൊരു കമ്പി കൊളുത്തിയിട്ട് അതുവഴി വൈദ്യുതി ചോർത്തി അല്ലെങ്കിൽ അതുവഴി വൈദ്യുതി മോഷ്ടിച്ച് ഈ ഒരു തോട്ടിൻ്റെ കരയിലൂടെ മറ്റ് മൃഗങ്ങളെ പിടിക്കുവാനും അല്ലെങ്കിൽ നായാട്ടിനും എന്ന തരത്തിൽ തന്നെ വൈദ്യുതി കടത്തിവിടുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടുന്ന് ഇതാ ഈ ലൈൻ കമ്പി ഇതാ ഇത് മുകളിൽ നിന്ന് വൈദ്യുതി ചോർത്തി വരുന്ന മോഷ്ടിച്ചു വരുന്ന കമ്പിയാണ്. ഈ കമ്പിയാണ് നേരെ ഈ പ്രദേശത്ത് ഈ കുട്ടികളുടെ അപകടത്തിന് ഇരയാക്കിയ മറ്റൊരു കമ്പിയിലേക്ക് വൈദ്യുതിയുമായിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ കൃത്യമായ വൈദ്യുതി മോഷണം, വൈദ്യുതി മോഷ്ടിച്ച് വന്യജീവികളെ അല്ലെങ്കിൽ പന്നികളെ അടക്കമുള്ള ചെറിയ ജീവികളെ പിടികൂടാൻ സ്ഥാപിച്ച ഒരു കെണിയിലാണ് അത് ആണ് ഈ കുട്ടിയുടെ ജീവൻ എടുത്തതെന്ന് പറയാൻ നമ്മളിപ്പോൾ ഈ തോടാണ്. ഈ തോടിൻ്റെ താഴെ വശത്താണ് ഈ അപകടം സംഭവിച്ചത്. തോട്ടിലുടനീളം ഒരു വശത്ത് ഈ വൈദ്യുതി കെണി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾ അബദ്ധത്തിൽ ആ കമ്പിയിൽ ചവിട്ടുകയായിരുന്നു എന്ന് വേണം കരുതാൻ. നമുക്ക് താഴേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടേക്ക് ഈ ലൈൻ എത്തിയിട്ടുണ്ട്. അതായത് മുകളിൽ 100 മീറ്റർ മുകളിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് ആ വൈദ്യുതി വഴി കടത്തിവിട്ട കമ്പിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇവിടെയാണ് ആ കുട്ടികൾ അപകടത്തിൽ അവരെ ചെരുപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ തോടിന് കുറുകെ ഈ ലൈന് വന്ന് കടന്നു പോകുമ്പോൾ തോട് കടക്കാൻ ശ്രമിച്ച കുട്ടികൾക്ക് ആ കമ്പിയിൽ ചവിട്ടി അപകടമുണ്ടാവുകയും അതിൽ ഒരാൾ വെള്ളത്തിൽ ഷോക്കേറ്റ് വീഴുകയും മറ്റ് 5 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അടുത്തുള്ള വീട്ടിൽ പോയി വിവരമറിയിച്ച് പ്രദേശവാസിയെ കൊണ്ടുവന്ന് ആ കുട്ടിയെ ഇവരെ ഇതായി ആ കാണുന്ന വടിയുണ്ടല്ലോ, ആ വടി ഉപയോഗിച്ചാണ് ഇവരെ ഈ ലൈൻ കമ്പിയിൽ നിന്ന് തട്ടി നീക്കിയതും തുടർന്ന് മെയിൻ ഓഫ് ചെയ്ത് ഇവരെ രക്ഷിച്ചതും. വന്യജീവികളെ പിടിക്കുവാൻ, കാട്ടുമൃഗങ്ങളെ പിടിക്കുവാൻ കൃത്യമായി നായാട്ട് സംഘം സ്ഥാപിച്ച വൈദ്യുതി മോഷ്ടിച്ചുണ്ടാക്കിയ ഒരു കെണി തന്നെയാണ് ഇവിടെ ഈ കുട്ടിയുടെ ജീവൻ എടുത്തിരിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പത്തനംതിട്ടയിൽ കാക്കിക്കുള്ളിലെ ചേരിപ്പോര് ശക്തമായതിനു പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി. പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അടക്കം 5 പേരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. പോക്സോ കേസ് അട്ടിമറി, കോയിപ്പുറം കസ്റ്റഡി മർദ്ദന കേസ് എന്നിവയിലെ പാളിച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയതാണ് നടപടിക്ക് കാരണം. ഉദ്യോഗസ്ഥരുടെ മാറ്റം ഭരണപരമായ സൗകര്യം കണക്കിലെടുത്തെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇതിനിടെ കോയിപ്പുറം കസ്റ്റഡി മർദ്ദനത്തിലെ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറാനും നീക്കമുണ്ട്. അഡീഷണൽ SP-യുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന 5 പേരെയാണ് AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയത്. പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിജയകാന്ത് ഉൾപ്പെടെയുള്ളവർക്കാണ് സ്ഥലം മാറ്റം. AR ക്യാമ്പിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ മാറ്റം ഭരണപരമായ സൗകര്യമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും SP-യും പോലീസ് അസോസിയേഷനും തമ്മിലുള്ള പോരാണ് സ്ഥലം മാറ്റത്തിന് കാരണമെന്ന് വിമർശനമുയരുന്നു. ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിച്ചതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം വകുപ്പുതല നടപടി നേരിടുന്ന പശ്ചാത്തലത്തിൽ SP അടക്കം മറ്റു ഉദ്യോഗസ്ഥരുടെ വീഴ്ച മറയ്ക്കാൻ തങ്ങളെ ബലിയാടാക്കിയെന്നാണ് CWC ചെയർമാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ആളെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലും ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച പറ്റി. ഇതിന്റെ പേരിൽ കോയിപ്പുറം CAയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെങ്കിലും ഉത്തരവാദിത്തം മറ്റ് മേലുദ്യോഗസ്ഥർക്കുമുണ്ട്. DIG തലത്തിൽ കൂടുതൽ നടപടി ഉടൻ വരുമെന്ന ആശങ്കയിലാണ് പലരും. അഡീഷണൽ SP-യുടെ ഓഫീസിൽ നിന്ന് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന നിഗമനത്തിലാണ് ഡ്രൈവർ അടക്കം എല്ലാവരെയും സ്ഥലം മാറ്റിയത്. ഇതിനിടെ കോയിപ്പുറം കസ്റ്റഡി മർദ്ദനത്തിലെ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകും മുമ്പ് CPM-ൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VN വാസവനെ അഡീഷണൽ SP കാണിച്ചു എന്ന വിവരവും പുറത്തുവന്നു. ഇതെല്ലാമാണ് നടപടി വേഗത്തിലാകാൻ കാരണം. ഇതോടെ ഏറെക്കാലമായുള്ള പോലീസ് അസോസിയേഷൻ ജില്ലാ പോലീസ് മേധാവി പോര് പത്തനംതിട്ടയിൽ വീണ്ടും ശക്തമാകുകയാണ്.
ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് മുക്കത്ത് ഇരുവഴിഞ്ഞിപ്പുഴയിൽ അറവ് മാലിന്യം തള്ളിയ കേസ് പോലീസ് പട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. മാലിന്യം തള്ളുന്നത് പതിവായതോടെ നാട്ടുകാർ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മുഹമ്മദ് അഫീഫാണ് പിടിയിലായത്. ഒരു സ്ത്രീയടക്കം 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർ മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ മാസം 31-ന് പുലർച്ചെ മുക്കം അരീക്കോട് പാലത്തിന് സമീപം ഇരുവഴിഞ്ഞിപ്പുഴയിൽ കോഴിക്കടയിൽ നിന്നുള്ള പഴകിയ മാലിന്യം തള്ളിയ കേസിലാണ് മുഖ്യപ്രതി പിടിയിലായത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മുഹമ്മദ് അഫീഫിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കേസ്. ഇതിൽ സ്ത്രീയോടൊപ്പം സ്കൂട്ടറിലെത്തിയ ആളാണ് പിടിയിലായ മുഹമ്മദ് അഫീഫ്. സ്കൂട്ടർ കണ്ടെത്താനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മുക്കം എസ് ഐ മനോജ് കുമാർ, SCPO അനീസ്, CPO ശരത് ലാൽ, ഹോംഗാർഡ് ജയാനന്ദ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതറിഞ്ഞ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജനും പഞ്ചായത്ത് സെക്രട്ടറിയും മെമ്പർമാരും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ചെലവായ തുകയും പുറമെ 5000 രൂപ പിഴയും ഒടുക്കാൻ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രതിക്ക് നോട്ടീസ് നൽകി. ന്യൂസ് 18 മുക്കം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ DGPക്ക് പരാതി. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് കേരള കോൺഗ്രസ് നേതാവ് AH ഹഫീസാണ് പരാതി നൽകിയത്. പെൺകുട്ടികളെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയും സ്വർണവും പണവും തട്ടിയെടുക്കുകയും ചെയ്തെന്ന കേസിൽ മോഡലിംഗ് കൊറിയോഗ്രാഫർ അറസ്റ്റിൽ. കോഴിക്കോട് കൂടരഞ്ഞ് സ്വദേശി ഹാഫിദിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ടെക്നോ പാർക്കിലെ IT ജീവനക്കാരിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെ മേഘാലയയിൽ വെച്ച് കാണാതായ ഇൻഡോർ ദമ്പതിമാരെ 3 പുരുഷന്മാർക്കൊപ്പം കണ്ടിരുന്നതായി വെളിപ്പെടുത്തൽ. മേഘാലയയിലെ ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് ഇത് സംബന്ധിച്ച് പോലീസിന് വിവരം നൽകിയത്. കാണാതായവരിൽ രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും ഭാര്യ സോനത്തിനെ കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. കൊച്ചി നഗരം അധോലോക സംഘങ്ങളുടെയും ഗുണ്ടകളുടെയും താവളമായിരുന്ന ഒരു കാലമുണ്ട്. തമ്മനം ഷാജി, ചമ്പക്കര സതീഷ്, തമ്മനം ഫൈസൽ, മരടനി, ഷുഭായ് നസീർ എന്ന പേരുകൾ കേട്ടാൽ പലരും വിറച്ചിരുന്നു. ഇവരോടുള്ള ആരാധന കാരണം ഗുണ്ടകളായി തീർന്നവരുമുണ്ട്. പിന്നീട് പോലീസ് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ രംഗത്തിറങ്ങിയതോടെ പലരും പണി നിർത്തി. എന്നാൽ ഇപ്പോഴും ഇടയ്ക്കിടെ ആ പഴയ കുടിപ്പക തലപൊക്കും. കൊച്ചിയിൽ പട്ടാപ്പകൽ വീണ്ടും ഗുണ്ടാ സംഘടനമുണ്ടായി. തൈക്കുടത്താണ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലും ലഹരി കേസുകളിലടക്കം പ്രതിയായ ചോക്ലേറ്റ് ബിനുവും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇവരുടെ സുഹൃത്തിൻ്റെ മകൻ്റെ മാമോദിസ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഏറ്റുമുട്ടലിന് ശേഷം സ്ഥലം വിട്ട ഇരുവരും ഇതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. വിവരമറിഞ്ഞെത്തിയ മരട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷം കേസെടുക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. മുൻപത്തെ പോലെ വടിവാൾ ആക്രമണമോ കൊല്ലും കൊലയും ഒക്കെ അവസാനിപ്പിച്ചെങ്കിലും ആ പഴയ പണി നിർത്താൻ പലരും തയ്യാറായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.